എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിക്കുൻ്റെ ബർത്ത്ഡേ ആണ് മെയ്യിൽ. നമ്മൾ കഴിഞ്ഞ കൊല്ലം മെയ്യിലാണ് ലാസ്റ്റ് ആയിട്ട് കണ്ടതും. ഫെബ്രുവരിയിലേറ്റോ ആണ് ഇവൻക്കൊരു സർപ്രൈസ് കൊടുത്താലോ എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. പിന്നെ പ്ലാനിങ്ങിനൊന്നും നിന്നില്ല. ബിക്കോസ് പ്ലാൻ ചെയ്താൽ ചീറ്റി പോവാറാണ് പതിവ്. എറണാകുളത്ത് വെച്ച് എനിക്ക് കിട്ടിയ വേറെ 2 ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല, അവർ എൻ്റെ ഗോ ടു പീപ്പിൾ ആണ്, നിഷി ആൻഡ് എലി. അപ്പോൾ അവരുടെ കൂടെ നിൽക്കാനും ഇവൻക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാനും പിന്നെ ചില ഓർമ്മകളൊക്കെ അയവർക്കാനുമാണ് ഞാൻ ഈ പോണത്. എറണാകുളത്ത് ഞാൻ കടവന്ത്ര പനമ്പള്ളി നഗറിലായിരുന്നു സ്റ്റേയും വർക്കും എല്ലാം. അവിടെ വളരെ കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവിടുത്തെ ആൾക്കാരും മെമ്മറീസും ഇന്നും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കുറെ ആയി ഞാനും നിഷിയും എലിയും ട്രിപ്പെല്ലാം പ്ലാൻ ആക്കുന്നു, ബട്ട് ഒന്നും നടക്കാറില്ല. സോ ദിസ് ടൈം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പ്ലാൻ ആക്കി. അതിന്റെ ഇടയിൽ കൂടെ ഈ സർപ്രൈസ് നടക്കല്ലോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിഷിക്ക് പെട്ടെന്ന് വയ്യാണ്ടായിപ്പോയി. എന്താല്ലേ, ഒരു രീതിക്കും നമ്മുടെ പ്ലാന് നടക്കൂല. ആളിപ്പോ നാട്ടില. ഇവിടെ എത്തിയതൊക്കെ ഒന്ന് അറിയിക്കേണ്ടേ വിചാരിച്ച് വീഡിയോ കോൾ ആക്കി. ഞാൻ നല്ല ചത്ത അവസ്ഥയിലാട്ടോ. എറണാടില് നല്ല വെയിലും കൊണ്ടിട്ടാ വരുന്നത്. ഞാൻ കുറെ ജനശതാബ്ദിക്ക് വേണ്ടിയിട്ട് തത്കാലിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഇക്സിഗോ ആയോണ്ടാ തോന്നുന്നു കിട്ടിയില്ല. അങ്ങനെ റൂമിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? നമ്മൾ പനമ്പള്ളിയിലാണോ ഉള്ളത്? ഭയങ്കര ഉള്ളോട്ട് ഫോക്കസ് ആണോ? എന്റെ കൈക്ക് അത്ര നീളമുള്ളൂ തോന്നുന്നു. നീ ഒന്ന് പിടിക്കുന്നോ? കുറച്ച് ക്യൂട്ട്നെസ് വാടി. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. എനിക്ക് മെയിനായിട്ട് പാനിപൂരി കഴിക്കണം. ലാസ്റ്റ് ടൈം വന്നപ്പോഴും എൻ്റെ വയ്യ അല്ലായിരുന്നു. നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് നല്ല ദൂരം ഉള്ളതുകൊണ്ടും എനിക്ക് വിശന്നിട്ട് തലവേദന ചെറുതായിട്ട് ട്രിഗർ ആവുന്നതുകൊണ്ടും നമ്മൾ ഒരു അപ്പറ്റൈസർ ആയിട്ട് ഐസ്ക്രീം മേടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വന്നു. ഷോപ്പ് ക്ലോസ്ഡ്. കഴിച്ചോടക്ക്. ഇതായിരുന്നു എന്റെ ഫേവറേറ്റ് പാനിപൂരി സ്പോട്ട്. ബട്ട് നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. പേളിമാണിയുടെ ഫേവറേറ്റ് പാനിപൂരി ചേട്ടൻ. ബട്ട് എനിക്ക് ഇത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇവിടുത്തെ പൂരി അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ടൈമായി. ഇവിടെ ഇരുന്ന് കേട്ടോ ഞാനും ചിക്കും എല്ലാം നമ്മുടെ ഗ്രാജുവേഷൻ പ്രൊജക്ട് ചെയ്ത് കുറെ നടന്ന് ക്ഷീണിച്ചോണ്ട് കുറച്ചു നേരം പാർക്കിൽ ഇരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ മിക്കപ്പോഴും ഞാനും നിഷിയാണ് വരാറ്. വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരണം എന്നെല്ലാം ഉണ്ട്, ബട്ട് അത്ര നല്ല പാക്കേജ് ഒന്നുമല്ല എന്റെ ഫീൽഡിന് കിട്ടുക. ഇവിടെ ആയിരുന്നപ്പോ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു എന്ന് ഞാൻ വേറെ സ്ഥലത്ത് ജോബിന് കയറിയപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് ലൈവ് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ എങ്ങനെയാ സംഭവം എന്ന് ഫിഗർ ഔട്ട് ചെയ്യായിരുന്നു. ഇവൾ ഇവിടുന്ന് തന്നെ പൊക്കോ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു, ബട്ട് എനിക്ക് അതിന് മാത്രമുള്ള തൊലിക്കട്ടി ഒന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു നടക്കുന്ന വഴിക്ക് ഒരു കല്യാണം കണ്ട്. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് വിളിക്കാത്ത കല്യാണത്തിന് പോവുക എന്ന്. ബട്ട് ഇതുവരെ അത് നടന്നിട്ടില്ല. ഇവിടെ എല്ലാം പിടിച്ചു കഴിഞ്ഞ ഫൈനാണ് പോലും. നമ്മളവിടേക്ക് ആണെങ്കിൽ വരി കുത്തിരിക്കുന്ന പറഞ്ഞിട്ട് കയ്പിച്ചിട്ടാ വിടൂ അല്ലേ? പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പ്ലേറ്റിനാ ചാർജ് എനിക്ക് ഫൈനെല്ലാം അടിക്കുമായിരിക്കും. നല്ല ചൂടാണ് കേട്ടോ എറണാകുളത്ത്. ഒന്ന് പുറത്തു പോയി വന്നപ്പോഴത്തേക്ക് വിയർത്ത് കുളിച്ച്. ഡിന്നറിന് മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ റൂമിൽ സന്ധ്യ വന്നിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സന്ധ്യ ഇൻസ്റ്റയിൽ വലിയ ആളൊക്കെയാണ്, ബട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ക്യാമറ ഷൈ ആയി. ഇവരെന്താണപ്പാ ആദ്യമായിട്ട് കാണുന്ന മാതിരി കളിക്കുന്നേ? ഇവര് ഫുഡെല്ലാം ഒരു കിച്ചണിൽ ഏൽപ്പിച്ചതാട്ടോ. അങ്ങനെ അത് കഴിച്ച് മാഗി എല്ലാം ഉണ്ടാക്കി നമ്മൾ ലൈവ് പോയി. അത് അത്യാവശ്യം കുറച്ചു നേരം ഉണ്ടായിരുന്നു. അതിൽ കേറിയിട്ടുള്ളവര് ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആക്ച്വലി ഞാൻ കുറെയൊക്കെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. ആ ഒരു മൊമെന്റിൽ ഫുള്ളി ഇൻവോൾവ് ആവുമ്പോൾ വീഡിയോ എടുക്കാനെല്ലാം മറന്നുപോകും. അങ്ങനെ ഫുഡ് അടിയും ലൈവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്നു. സന്ധ്യക്ക് നാളെ ജോബ് ഉണ്ട്. എലി ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട്. നമ്മളെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ചിക്കുവിന് ഒരു സർപ്രൈസ് കൊടുക്കണം. ആൻഡ് ഓൾസോ കുറച്ചു നേരം മെറൈൻ ഡ്രൈവിൽ പോയിട്ട് ഇരിക്കണം. അഥവാ വല്ല ഫുഡ് ചാലഞ്ചും കിട്ടിയാലോ? പണ്ട് നമ്മൾ സുഭാഷ് പാർക്കിൽ പോയപ്പോ, പണ്ട് വെച്ചാൽ 1 year ബാക്ക്,
മറ്റേ വീടോക്സിന്റെ ഒരു ചാലഞ്ചിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കൊരു മന്തിയും കിട്ടി. ഇനി ഞാൻ പഠിക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാനും എല്ലാരെ കാണാനും ഒന്നും പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പം പോവാറുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോണം. നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാ എണീറ്റ്. സോ വി തോട്ട് ഒരു ബ്രഞ്ച് ആവാമെന്ന്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരാളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടി. അതില്ല, എന്റെ കൂടെ നിഫ്റ്റിൽ പഠിച്ചതാ, ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്റെ ഡിപ്പാർട്ട്മെന്റിലല്ലായിരുന്നു കേട്ടോ. നമുക്ക് ഫോർട്ട് കൊച്ചി പോണോ വേണ്ടയോന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് പോയാൽ ലേറ്റ് ആവും തിരിച്ചെത്താൻ. ഓൾസോ നല്ല പൊട്ട വെയിലുമാണ്, ടാൻ അടിച്ച് ഇല്ലാണ്ടാവും. ചിക്കു ബ്രേക്കിന്റെ ടൈമിൽ പാർക്കിലേക്ക് എത്തുമെന്നാ പറഞ്ഞെ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു സാധനം ഓനക്ക് കൊടുത്തയച്ചിട്ടുണ്ട്, നീ പോയി വാങ്ങോ എന്നെല്ലാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ചീറ്റി പോവോ പിടിക്കുവോ എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സർപ്രൈസ് കൊടുക്കാനെല്ലാം. കോളേജിലാവുമ്പോ ഞാനാണ് ഐഡിയാസ് എല്ലാം ഇടാറ്, ഇങ്ങനെ ചെയ്യാ അങ്ങനെ ചെയ്താ സർപ്രൈസ് ആവും എന്നെല്ലാം പറഞ്ഞ്. ആ ഒരു മൊമെന്റിൽ അവരുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് മതി നമ്മുടെ ഒരു ഡേ ലൈറ്റപ്പ് ആവാൻ. എനിക്കിപ്പോഴും ഇവന്റെ ആ ഞെട്ടിയ മുഖം ആലോചിക്കുമ്പോ ഉള്ളിലൊരു സന്തോഷമുണ്ട്. നമുക്ക് കുറച്ചു നേരത്തേക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലെന്ന്. കുറച്ചു നേരമല്ല, പോകുന്നവരെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഗ്യാപ്പായിരുന്നു. ബിക്കോസ് നമ്മൾ ഒരു 4 months രാവിലെ തൊട്ട് രാത്രി വരെ ഒരുമിച്ചായിരുന്നു. ലൈക്ക് എല്ലാ തോന്നിയാസത്തിനും ഒരുമിച്ചുണ്ടാവും. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ട് ഇവനക്ക് വേണ്ടിയിട്ട്. അത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ക്ലോസ് ആയിരുന്നു എന്ന്. എനിക്കിപ്പോഴും കിളി പോയ മാതിരിയായിരുന്നു. ഞാൻ റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ലേന്ന്, ഇവനെ കണ്ട് എന്നെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ലേന്ന് എനിക്ക്. അങ്ങനെ എന്തെല്ലോ സംസാരിച്ച് ഇവൻ നമ്മളെ ഊണിന്റെ സ്പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമുക്ക് തീരെ വിശപ്പില്ലാത്തോണ്ട് നമ്മൾ പ്ലേസ് മാറ്റി. നമ്മൾ നേരെ മീൻസ് വൂക്കിലേക്ക് വിട്ട്. അവിടെ ആകുമ്പം എന്തേലൊക്കെ കുടിക്കുകയും ചെയ്യാം, ഇവർക്ക് കഴിക്കുകയും ചെയ്യാലോ. അങ്ങനെ കുറെ ഡിസ്കഷനും ഓവറാക്കലിനും ശേഷം നമ്മൾ ഫുഡെല്ലാം ഫൈനലൈസ് ആക്കി. ഞാൻ ഈ ഇടക്ക് മുടി കളർ ചെയ്ത വീഡിയോ ഇട്ടല്ലോ, അത് കണ്ടപ്പോ ഇവൻ കുറെ കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്ത്. പിന്നെ ഓൻക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു May 16th. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാലോ വിചാരിച്ച്. അപ്പൊ എന്ത് കൊടുക്കുന്ന ആലോചിക്കുമ്പോഴാ ഇവൻ ഇത് ഇഷ്ടമായി എന്ന് പറയുന്നത്. അപ്പൊ അതും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും ആക്കി ഒരു ഗിഫ്റ്റ് കൊടുത്ത്. ഇവൻക്ക് അത് ശരിക്കും ഇഷ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അത് എടുത്തു നോക്കുന്ന ഞാൻ പറഞ്ഞ. ഇഷ്ടപ്പെട്ടു, ഹാപ്പി ആയി ഞാൻ. ഇവൻ പുതിയൊരു ഐറ്റം ഇറക്കിയിട്ടുണ്ട്, മറ്റേ ഫോൺ കേസിന്റെ ബാക്കിൽ വെക്കുന്നത്. അത് ഗ്ലാസിന്റെ മേലെ വെച്ചാലാണെന്ന് തോന്നുന്നു നിക്ക. ഞാൻ അവിടുത്തെ ചുമരിന്റെ മേലെ വെക്കാൻ കുറെ ട്രൈ ആക്കി. നമ്മളെ കളി കണ്ടിട്ട് അവിടുത്തെ മാനേജർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മീ, ഞാൻ കുറച്ച് റീൽസ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവന്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. വേഗം കഴിച്ചിട്ട് വേണം അതെടുക്കാൻ, ഇവർക്കാണെ പോവുകയും ചെയ്യണം. ഞാൻ ഇവന്റെ മുടി കമന്റ് അടിക്കായിരുന്നു. എന്റെ പണ്ടൊരു ബാർബി ഡോൾ ഉണ്ടായിരുന്നു ഇതേമാതിരി ചകിരിത്തല ആയിട്ട്. ഇവൻ ഇങ്ങനെ മുടി ഇട്ടോണ്ടാട്ടോ ഇവന്റെ ശരിക്കത്തെ തല മനസ്സിലാവാത്ത. ശരിക്കും കഷണ്ടിയാ. ഇവർക്ക് തീരെ സമയമില്ല. അപ്പൊ നമ്മൾ വേഗം ഫുഡ് കഴിച്ച് പാർക്കിലേക്ക് ഓടി. നല്ല ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈറ്റിംഗ് ഒന്നും കിട്ടുന്നില്ലെന്ന് സ്റ്റിൽ നമ്മൾ ഒപ്പിച്ചു. എന്തായാലും ഇൻസ്റ്റയിൽ ഇടാൻ മാത്രമുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇത് റീൽസ് തപ്പുന്നതായിരിക്കുന്നതല്ല വിചാരിക്കുന്നേ. നോ, നമ്മൾ അഭിനയിക്കുകയാണ്, സോറി ജീവിക്കുകയാണ് റീൽസിന് വേണ്ടിയിട്ടേ. അങ്ങനെ അവർക്ക് പോവാൻ ടൈമായി. ഇനി എപ്പോഴാണാവോ. എനിക്കൊരു ബാഗ് വാങ്ങാനുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് സഞ്ചിയിലേക്ക് പോണം. കുറച്ചു നേരം പാർക്കിൽ ഇരുന്നിട്ട് പോവാം. നമ്മൾ അവിടെ ഒരു ക്യൂട്ട് എലീനെ സ്പോട്ട് ചെയ്തു. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാട്ടോ. അവിടെ ഫുൾ എലി മാളം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ മമ്മൂട്ടിപ്പാലം. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് വയ്യാണ്ടായി. ലാസ്റ്റ് ഊബർ വിളിച്ചു പോയി. ഇപ്പൊ ഊബർ മിനിമം ചാർജ് 60 ആക്കിയിട്ടുണ്ട്. എന്ത് ലാഭല്ലേ. ഞാൻ ഉദ്ദേശിച്ച ബാഗ് ഇപ്പൊ ഇല്ലാൻ പോലും. വിഷമൊന്നും ഇല്ല കേട്ടോ,
അതിന്റെ തൊട്ടടുത്ത് തന്നെ സിലിക്കോൺ ഉണ്ട്. അവിടുന്ന് മറ്റേ പെന്റഗൺ ഷേപ്പുള്ള ഒരു ബോൾ ഗ്രേപ്സ് ഇല്ലേ, അത് വാങ്ങാന്ന് വിചാരിച്ചു. കുറെ ആയി അതെല്ലാം കുടിച്ചിട്ട്. കോഴിക്കോട് അത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് വിട്ട്. അവിടെ കുറച്ചു നേരം ആരെങ്കിലും ഫുഡ് ചാലഞ്ച് ആയിട്ട് വരുമോന്നും നോക്കി നിന്ന്. എവിടെ, അവിടുന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്. അവിടെ മറ്റേ ഗുൽമോഹർ ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് പണ്ട് ഹിന്ദിയിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഗുൽമോഹറിനെ പറ്റിയിട്ട്. അതാ ഓർമ്മ വന്നേ. അങ്ങനെ അതും നോക്കി കുറെ നേരം ഇങ്ങനെ ഇരുന്ന്. എല്ലാരും ക്രോസ് ചെയ്തു. ഇനി നമുക്ക് വലിയ സിലിക്കോൺ എക്സ്പ്ലോർ ചെയ്യാം. ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ടാവാം. ഫുഡ് കോർട്ടിൽ പോണ്ട, ബിക്കോസ് അവിടെ നല്ല കത്തിയായിരിക്കും. വാവ്, വാട്ട് എ വ്യൂ. ഇവിടെ നല്ല രീതിക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങളില്ല. ഹൈപ്പറിലൊക്കെ ഉണ്ടാവുന്ന മാതിരി ബീഫും ബിരിയാണിയൊക്കെ പണ്ട് ഉണ്ടാവായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. കുറച്ച് ക്യൂട്ട് ഗേൾസ് സ്റ്റേഷനറീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവിടുന്ന് ഞാൻ മെയിൻ ആയിട്ട് ഒരു ഹെയർ ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, എല്ലാം മറന്ന് പോത്ത് പോലെ ഇരിക്കുന്നുണ്ട്. എലി ഒരു വാച്ച് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ വന്നതാ. ഒരു വാച്ചിന്റെ ചോദിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ഷോപ്പിലും കയറി ഇറക്കി. ഇവിടെ അല്ല അവിടെ, അവിടെ അല്ല ഇവിടെ എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് സാധനം കിട്ടി. ഭാഗ്യം. അവിടെ ഒരു ഫോൺ ആക്സസറീന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഞാൻ കേസും അങ്ങോട്ട് മാറ്റി. ഒബ്വിയസ്ലി ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇവളുള്ളോണ്ടാ ഞാൻ ഇത്രയെങ്കിലും എടുത്തത്. നീ ഇതെടുക്കുന്നില്ലേ അതെടുക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു മൂഡ് ഇല്ലാഞ്ഞിട്ട് പോലും എന്നെ പിടിച്ചു നിർത്തി വീഡിയോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല മോള. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പൊ അത്രക്കേ ഉള്ളൂ എന്റെ കുട്ടി എറണാകുളം ട്രിപ്പ്. ഇവിടെ വെച്ച് നിർത്താം എന്നായിരുന്നു ഞാൻ വിചാരിച്ചേ. ബട്ട് ട്രെയിനിൽ ഐ മെറ്റ് എ ക്യൂട്ടി, മിന്നു. ഞാൻ ഓൾമോസ്റ്റ് 1 hour മുന്നേ ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. സോ വണ്ടി എടുക്കുന്നത് വരെ AC-യിൽ ഇരിക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് നമ്മളെ താരം കയറി വരുന്നത്. എന്നെ കണ്ടപ്പോഴേ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എനിക്കാണേല് മിന്നുവിനെ വിട്ടിട്ട് പോരാനും തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ മിന്നു കൂടി എൻ്റെ ഈ ഒരു ചെറിയ ട്രിപ്പിന്റെ ഡിജിറ്റൽ മെമ്മറി ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു മെമ്മറബിൾ ട്രിപ്പിന്റെ ഗ്ലിംസ് ആൻഡ് പീസസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാരെയും കാണാൻ പറ്റിയതിനും എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിനും. നിഷി ഇല്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരി, ബൈ.